നിലവിൽ എ സിയിൽ നിന്ന് തീ പടർന്നതാകാം, അല്ലെങ്കിൽ എ സി പൊട്ടിത്തെറിച്ചതാകാമെന്നാണ് നിഗമനം. ഇപ്പോൾ അലക്സ് റാം മുഹമ്മദ് നമ്മോടൊപ്പം ചേരുന്നു. അലക്സ്, നേരത്തെ റീജിയണൽ ഫയർ ഓഫീസർ പറഞ്ഞതുപോലെ ഒരു സഡൻ ബ്ലാസ്റ്റ് ആണ്, പെട്ടെന്ന് പൊട്ടിത്തെറി ഉണ്ടാകുന്നു, പുറത്തേക്ക് ഇറങ്ങി ഓടാൻ പോലും സമയമില്ലാത്ത രീതിയിൽ ഒരു പൊട്ടിത്തെറി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതനുസരിച്ചാണെങ്കിൽ ഈ ഒരു ക്യാബിന്റെ പ്രത്യേകതയും ഇത് അപകടത്തിന്റെ വ്യാപ്തി കൂട്ടിയെന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ചില്ലുകൂടാണ്, വളരെ ഇടുങ്ങിയൊരു മുറിയാണ്. എന്താണ് വിശദാംശങ്ങൾ? സുഹൈൽ, നിസ്സംശയം അങ്ങനെ തന്നെ പറയാം. അതായത് ഫയർഫോഴ്സിൻ്റെ റീജിയണൽ ഓഫീസർ പറയുന്നത് ഒരു സഡൻ ബ്ലാസ്റ്റാണ് ഉണ്ടായത്. എ സി പൊട്ടിത്തെറിച്ചതാകാനുള്ള പ്രാഥമിക നിഗമനം, അങ്ങനെ ഒരു സംശയമാണ് പോലീസും ഫയർഫോഴ്സും പങ്കുവെക്കുന്നത്. അത് ശരിവെക്കുന്ന കാര്യം തന്നെയാണ് ഈ ദൃക്സാക്ഷികളും ഒപ്പം നാട്ടുകാരും പറയുന്നത്. അല്പം മുമ്പ് നമ്മളോട് സംസാരിച്ചത് ഗിരീഷാണ്. ഗിരീഷ് തൊട്ടടുത്തിവിടെ വർക്ക് ചെയ്യുന്ന ആളാണ്. ഗിരീഷ് തീപിടുത്തം ഉണ്ടായ സമയത്ത് ഇവിടേക്ക് ഓടിയെത്തിയ ആളാണ്. ഗിരീഷും പറയുന്നത് ഈ വശത്ത് നിന്നാണ് തീപിടുത്തം ആരംഭിച്ചതെന്നാണ് ഗിരീഷ് പറയുന്നത്. പെട്ടെന്നൊരു ബ്ലാസ്റ്റ് ഉണ്ടാകുന്നു, വലിയ രീതിയിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാകുന്നത് ഈ ക്യാബിൻ, അതായത് ഈ മുകളിലത്തെ നിലയിലാണ് ഈ ക്യാബിൻ കഴിഞ്ഞതിന് ശേഷം ഇതിനകത്തുകൂടെ പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു വഴിയില്ല. അതായത് ഈ ചെറിയ ഇടുങ്ങിയ ഒരു സ്റ്റെയർ കേസ് മാത്രമാണ് ഇവിടെ ഉള്ളത്, ആ പടിക്കെട്ട് മാത്രമാണുള്ളത്. അതിലൂടെ വേണം താഴേക്ക് വരാൻ. പക്ഷേ അതിനു മുമ്പ് തന്നെ ഈ ക്യാബിൻ ഈ തീപിടുത്തത്തിൽ ആ കണ്ണാടി ചില്ലുകൾ പൊട്ടിത്തെറിച്ചു എന്നുള്ളതാണ്, ആ ബ്ലാസ്റ്റ് അവിടെ ഉണ്ടായി എന്നുള്ളതാണ്. അങ്ങനെ തീപിടുത്തം ഉണ്ടായാണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അത് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ആ അപകടം സംഭവിച്ചു കഴിഞ്ഞു. അതിനകത്തുണ്ടായിരുന്ന 2 പേർക്ക് അത് ഗുരുതരമായി തന്നെ ആ സമയത്തിനുള്ളിൽ പൊള്ളലേറ്റു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഒരാൾ ഈ ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയുടെ ജീവനക്കാർ തന്നെയാണ് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അവർക്ക് 34-35 വയസ്സുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. മറ്റൊരാൾ ഇതിൻ്റെ ഉപഭോക്താവാണ്, ഇവിടെ സേവനത്തിനായി എത്തിയ ആളാണെന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. അതായത് 2 ആളുകളെയാണ് ഇവിടെ നിന്ന് നീക്കിയിട്ടുള്ളത്. പോലീസും അതുപോലെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും എത്തി ഇവിടെ നിന്ന് മാറ്റിയിട്ടുള്ളത്. എന്താണെങ്കിലും ദാരുണമായ സംഭവമാണ് സുഹൈൽ. ഏതാണ്ട് 1:30 മണിയോടുകൂടിയാണ് ഈ തീപിടുത്തം ഉണ്ടാകുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ പെട്ടെന്നൊരു ബ്ലാസ്റ്റ് ഉണ്ടാകുന്നു, തീ പിടിക്കുന്നു, 2 പേരുടെ ജീവൻ നഷ്ടപ്പെടുന്ന തരത്തിൽ അത് വലിയ ബ്ലാസ്റ്റായി മാറുന്നു. നാട്ടുകാരാണ് ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം ആരംഭിച്ചത്. നമ്മളോട് നേരത്തെ സംസാരിച്ച ഗിരീഷും ഒപ്പം അജിത്തും അടക്കമുള്ളവരാണ് ഇവിടേക്ക് ഓടിയെത്തി ആദ്യം ഈ വെള്ളം മുകളിലേക്ക് കോരി ഒഴിച്ച് ഈ തീ കെടുത്താനുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതിനുശേഷമാണ് ഫയർഫോഴ്സ് ഏതാണ്ട് 1:40 ഫയർഫോഴ്സിന് ഇതുമായി ബന്ധപ്പെട്ട വിവരം ഇവിടെ നിന്ന് കോൾ ലഭിക്കുന്നത്. അങ്ങനെ തിരുവനന്തപുരം ഫയർഫോഴ്സ് യൂണിറ്റിൽ നിന്ന് 2 യൂണിറ്റുകൾ ഇവിടേക്ക് എത്തി ആണ് ഈ ബാക്കി തീ കെടുത്തുന്നുള്ള ശ്രമം നടത്തിയത്. ഇപ്പോൾ നമുക്ക് കാണാം, ദൃശ്യങ്ങൾ കാണുന്നത് ഈ കണ്ണാടിച്ചിലിങ്ങനെ ചിതറി കിടക്കുന്നതാണ്. അത്തരത്തിൽ വലിയ രീതിയിലൊരു ബ്ലാസ്റ്റ് ഉണ്ടായതിൻ്റെ അല്ലെങ്കിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടായതിൻ്റെ ഒരു സൂചന, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിത്രം നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്, ഇപ്പോൾ തന്നെ ലഭിക്കുന്നുണ്ട്. ആ ക്യാബിൻ അത് തകർന്നിട്ടുണ്ട്. അതിൻ്റെ അലുമിനിയം ഫാബ്രിക്കേറ്റഡ് ആ മെറ്റീരിയൽസ് ഒക്കെ പുറത്തേക്ക് കിടക്കുന്നത് നമുക്ക് കാണാം. അത് മാത്രമല്ല, ആ ക്യാബിനുള്ളിൽ ഉണ്ടായിരുന്ന വസ്തുക്കളും അത് കത്തിയതായി നമുക്ക് കാണുന്നുണ്ട്. തൊട്ടടുത്ത കടയുടെ ബോർഡുകളും ഒക്കെ കത്തി നശിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും അത്രയും ഇടുങ്ങിയൊരു സ്ഥലമാണ്. ആ ഇടുങ്ങിയ സ്ഥലത്തിനുള്ളിലാണ് ഈ ന്യൂ ഇന്ത്യ ഇൻഷുറൻസിൻ്റെ ഈ ഓഫീസ് പ്രവർത്തിച്ചിരുന്നത്, ഈ പോർട്ടൽ ഓഫീസ് പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് അവർക്ക് ഇറങ്ങി ഓടാനോ രക്ഷപ്പെടാനോ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. പെട്ടെന്നൊരു ബ്ലാസ്റ്റ് കൂടി ആയപ്പോൾ അത് അപകടത്തിൻ്റെ തീവ്രത വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ്. 2 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. അതിലൊരാളെ ഇനിയും തിരിച്ചറിയാനുണ്ട് ഈ ഘട്ടത്തിൽ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആദ്യഘട്ടത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നാണ് ഈ തീ അണയ്ക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നാട്ടുകാരുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത്. അതിനുശേഷം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തി തീ കെടുത്തി. എന്താണെങ്കിലും ആ ഘട്ടം നമുക്ക് ഈ പടിക്കെട്ട് തന്നെ വളരെ ഇടുങ്ങിയൊരു സ്റ്റെയറാണ് ഇതിലേക്കുള്ളത്. നമുക്ക് ഇത് കാണുന്നുണ്ട് സുഹൈൽ, നമ്മൾ മുകളിലേക്ക് നോക്കുമ്പോൾ തന്നെ കാണുന്നുണ്ട്. അത്തരത്തിൽ വയറിങ്ങും മറ്റുമൊക്കെ ഇളകി തെറിച്ചിരിക്കുന്ന ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. ആ ക്യാബിൻ്റെ മുകളിൽ നിലയിൽ കാണുന്നുണ്ട്. ഉദ്യോഗസ്ഥർ എന്താണെങ്കിലും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അതുമായി ബന്ധപ്പെട്ട വിദഗ്ധ പരിശോധന നടത്തുന്നുണ്ട്. അതിൻ്റെ കാര്യകാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം അവർ ഇതിന് ശേഷം വ്യക്തമാക്കും. എന്താണെങ്കിലും പ്രാഥമിക വിവരം അവർ നൽകുന്നത് എ സിയിൽ നിന്ന് തീപടർന്നതാകാം, എ സി പൊട്ടിത്തെറിച്ചതാകാം എന്നൊരു വിവരമാണ് അവർ നൽകുന്നത്. എന്താണെങ്കിലും ദാരുണമായ സംഭവം. അതിനുശേഷം ഫയർഫോഴ്സ് മറ്റുമൊക്കെ എത്തി ഈ തീ കിടത്താനുള്ള ശ്രമം അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. എന്താണെങ്കിലും നാട്ടുകാരാണ് ആദ്യഘട്ടത്തിൽ ഈ രക്ഷാപ്രവർത്തനം നടത്തിയത്. തീ കെടുത്തുന്നുള്ള ശ്രമം അവരുടെ ഭാഗത്തുനിന്നാണ് ഉണ്ടായതെന്നുള്ളതാണ് നാട്ടുകാർ തന്നെ വ്യക്തമാക്കുന്നത്.